ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സെബി ഇംഗ്ലീഷ് ഹബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് SSLC +1 +2 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡായി വരുന്ന ഒരു ഇമ്പോർട്ടൻ്റായ ക്വസ്റ്റ്യനാണ് സ്പീച്ച്. സാധാരണ +2 ക്വസ്റ്റ്യൻ പേപ്പറിൽ അതുപോലെ +1 ക്വസ്റ്റ്യൻ പേപ്പറിലും 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരാറുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്പീച്ച് എഴുതാം എന്നുള്ള ഇതിൻ്റെ ഒരു ഫോർമാറ്റാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഏതൊരു ഹയസ്റ്റ് മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആൻസർ നല്ലൊരു ബിഗിനിങ്ങും എൻഡിങ്ങും ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്പീച്ചിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു സ്റ്റാർട്ടിങ്, അതുപോലെ നല്ലൊരു കണ്ടൻറ്റ്, അതായത് എക്സ്പ്ലനേഷൻ, ആ ടോപ്പിക്കിനെ പറ്റിയ എക്സ്പ്ലനേഷൻ, പിന്നൊരു നല്ലൊരു കൺക്ലൂഷനും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഒരു മിസ്റ്റേക്കുമില്ലാതെ എഴുതി കഴിഞ്ഞാൽ തന്നെ നല്ലൊരു മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പീച്ചിൽ സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റിലെ 8 മാർക്കിൽപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റായ ക്വസ്റ്റ്യനാകും സ്പീച്ച് എന്നുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്പീച്ച് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും എഴുതാൻ പറ്റുന്ന ഒരു 4-5 ലൈനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്യാം. നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഫോർമാറ്റിലേക്ക് എന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഓക്കെ. റെസ്പെക്റ്റഡ് ഡിഗ്നിറ്ററീസ് ഓൺ ദ ഡേയ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇൻ ദിസ് glorious occasion, first of all, I thank the program committee for giving me this golden chance to stand before you. In this moment, I would like to share something about the topic. ഓക്കെ, വളരെ സിമ്പിളാണ്. ഇന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു സ്പീച്ച് തയ്യാറാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ മീനിങ്ങിലേക്ക് ഒന്ന് പോയി നോക്കാം. മീനിങ് മനസ്സിലായി കഴിഞ്ഞാലാണ് നമുക്ക് പെട്ടെന്ന് ബൈ ഹാർട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഓക്കെ, വളരെ സിമ്പിളായിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഇനി നമുക്കതിൻ്റെ കറക്റ്റായ മീനിങ്ങിലേക്ക് പോവാം. റെസ്പെക്റ്റഡ് ഡിഗ്നിറ്ററീസ് ഓൺ ദ ഡേയ്സ്. റെസ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട, ഡിഗ്നിറ്ററീസ് എന്ന് പറഞ്ഞാൽ പ്രമുഖ വ്യക്തികൾ, ഓൺ ദ ഡേയ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റേജ്. അപ്പോൾ സ്റ്റേജിലുള്ള ബഹുമാനപ്പെട്ട പ്രമുഖ വ്യക്തികളെ. ഇനി നിങ്ങൾക്ക് ഡിഗ്നിറ്ററീസ് എന്ന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആ വേർഡ് യൂസ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. ഇനി അത് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എങ്ങനെ പറയാം? റെസ്പെക്റ്റഡ് ഓൾ ദ മെമ്പേഴ്സ് ഓൺ ദ ഡേയ്സ്. മനസ്സിലായോ? സ്റ്റേജിലുള്ള എല്ലാ ബഹുമാനപ്പെട്ട അംഗങ്ങളെ. ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ. ഇനി നെക്സ്റ്റ് പാരഗ്രാഫായിട്ടാണ് എഴുതേണ്ടത് കേട്ടോ, ഒറ്റ ലൈൻ. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ്. ഇൻ ദീസ് ഗ്ലോറിയസ് മൂമെൻറ്റ്സ്, ഈ ഒരു നല്ല നിമിഷത്തിൽ, ഫസ്റ്റ് ഓഫ് ഓൾ, ആദ്യമായിട്ട്, ഐ താങ്ക് ദ പ്രോഗ്രാം കമ്മിറ്റി, ഞാൻ പ്രോഗ്രാം കമ്മിറ്റിയോട് നന്ദി പറയുന്നു. എന്തിനു വേണ്ടി? ഫോർ ഗിവിങ് മീ, എനിക്ക് നൽകിയതിന് വേണ്ടി, ദീസ് ഗോൾഡൻ ചാൻസ്, ഈ സുവർണ അവസരം. എന്തിന്? ടു സ്റ്റാൻഡ് ബിഫോർ യു, നിങ്ങളുടെ മുന്നിൽ പ്രസംഗിക്കാൻ. ഫുൾ സ്റ്റോപ്പ്. ഇൻ ദീസ് മൊമെൻറ്റ്, ഈ നിമിഷത്തിൽ, ഐ വുഡ് ലൈക്ക്, ഞാൻ ഇഷ്ടപ്പെടുന്നു, ടു ഷെയർ, പങ്കുവെക്കാൻ, സംതിങ്, കുറച്ച് കാര്യങ്ങൾ, എബൌട്ട് ദ ടോപ്പിക്, ഈ ടോപ്പിക്കിനെ പറ്റിയിട്ട്.
ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തുണ്ടാവും, ആ ടോപ്പിക് എന്നൊരു നമ്മുടെ സ്പീച്ചിൻ്റെ ടോപ്പിക് അതുണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാവും. ഒന്നെങ്കിൽ 3Ls ആയിക്കാരം, അതല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് ഹോണസ്റ്റി ഇൻ അവർ ലൈഫ് അതേക്കാരം. അങ്ങനെ ഏതെങ്കിലും ഒരു ടോപ്പിക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ടോപ്പിക് ശരിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കറക്റ്റായി കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ടോപ്പിക് എഴുതുക. എന്നിട്ട് നെക്സ്റ്റ് പാരഗ്രാഫിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ടോപ്പിക്കിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, ആ മൂന്നാമത്തെ പാരഗ്രാഫ് ഫസ്റ്റ് ഒരു 2-3 ലൈൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. പിന്നെ 4ാമത്തെ പാരഗ്രാഫിൽ എന്ത് ചെയ്യാം, ആ ടോപ്പിക്കിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. ക്ലിയർ ആയോ? അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, റെസ്പെക്റ്റഡ് അതുവരെ ഒരു ഫസ്റ്റ് പാരഗ്രാഫ്, പിന്നെ ഇൻ ദിസ് ഗ്ലോറിയസ് ഒക്കേഷൻ അത് 2ാമത്തെ പാരഗ്രാഫ്, പിന്നെ 3ാമത്തെ പാരഗ്രാഫ് ടോപ്പിക്കിനെ പറ്റി ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ 3ാമത്തെ പാരഗ്രാഫ്, പിന്നെ 4ാമത്തെ പാരഗ്രാഫ് ടോപ്പിക്കിനെ പറ്റിയിട്ട് ലാസ്റ്റ് നന്നായിട്ട് എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്റ്റാർട്ടിങ് എഴുതേണ്ടത്. ക്ലിയർ ആയോ? നന്നായിട്ട് പഠിക്കുക, നല്ല രീതി പെട്ടെന്ന് എന്ത് ചെയ്യാൻ പെർഫോം ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ലാസ്റ്റ് പാരഗ്രാഫ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ലാസ്റ്റ് പാരഗ്രാഫ്. I don't want to prolong my words. Once again, I express my sincere thanks to one and all. മീനിങ് ഒന്ന് ശ്രദ്ധിക്കണം. I don't want, ഞാൻ ആവശ്യപ്പെടുന്നില്ല, to prolong, നീട്ടിപ്പറയാൻ അല്ലെങ്കിൽ ദീർഘിപ്പിക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നില്ല, my words, എൻ്റെ വാക്കുകൾ. കാരണം ഞാൻ മാത്രമൊന്നുമില്ലല്ലോ പ്രസംഗിയൊക്കെ ഉണ്ടാവും, എൻ്റെ ബാക്കിൽ ഇഷ്ടംമാതിരി പ്രാസംഗികേഴ്സ് ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ സ്പീക്കേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവർക്കും കൂടെ ചാൻസ് കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഫുൾ സ്റ്റോപ്പ്. വൺസ് അഗെയിൻ, ഒരിക്കൽ കൂടെ. ഐ എക്സ്പ്രസ്, ഞാൻ പറയുന്നു, അതല്ലെങ്കിൽ ഞാൻ പ്രകടിപ്പിക്കുന്നു. മൈ സിൻസിയർ താങ്ക്സ്, എൻ്റെ ആത്മാർത്ഥമായ നന്ദി. ആർക്ക്? ടു വൺ ആൻഡ് ഓൾ, ഇവിടെ കൂടിയ എല്ലാവർക്കും ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ആത്മാർത്ഥമായ നന്ദി പറയുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എൻഡിങ്ങും കൊടുക്കേണ്ടത്. അപ്പോൾ നല്ലൊരു സ്റ്റാർട്ടിങ്ങുമായി നല്ലൊരു എൻഡിങ്ങുമായി. ക്ലിയർ ആയോ? അപ്പോൾ നന്നായിട്ട് പഠിക്കുക. നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു രീതിയിൽ എക്സാം പേപ്പറിൽ പഠിച്ചാൽ മാത്രം പോരാ, ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ എഴുതി പഠിക്കണം. എഴുതി പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പെട്ടെന്ന് എക്സാം ഹാളിൽ നിന്ന് വരികയുള്ളൂ. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഷുവർ ക്വസ്റ്റ്യനാണ്, 100% ഷുവറാണ്. +1, +2, SSLC. SSLCയിൽ ആകെ 5 മാർക്ക് വരാറുള്ളൂ. +1ലും +2ലും 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരാറുള്ളത്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എന്താവില്ല, വേസ്റ്റ് ആവില്ല. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. ക്ലിയർ ആയോ? ഓരോ കറക്റ്റ് സ്പെല്ലിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രമാണ് പഠിക്കണം. ഞാൻ ഓരോ വേർഡ് ബൈ വേർഡ് മീനിങ് പറഞ്ഞത്. അപ്പോൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പഠിക്കുക. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുകയുള്ളൂ. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.